ഒരു ഡെയിലി ഒരു ദിവസത്തെ ഡെയിലി റുട്ടീൻ എന്ന് പറയാമോ? രാവിലെ എഴുന്നേറ്റ് ഓടാൻ പോകും. വാക്കിംഗ് ആയിരിക്കും. ഓക്സിജൻ്റെ കുറവുള്ളതാണ്, ഓടാൻ പറ്റില്ല. കുറച്ച് വാക്കിംഗ് ചെയ്ത് തിരിച്ചു വരും. ഏകദേശം ഓടുന്ന പോലെ തന്നെ. അതിനുശേഷം നേരെ അടുത്ത സെക്കൻഡ് ഗ്രേഡിൽ പോകും. ചിലവർക്ക് എന്തെങ്കിലും ജോലി കിട്ടും, അല്ലാത്തവർ ഡ്യൂട്ടിക്ക് പോവുക, അത്രേ ഉള്ളൂ. അതിന് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചാപ്പാട് കഴിച്ചിട്ട് നാട്ടിൽ മീൻകറിയൊക്കെ അന്ന് ആലോചിച്ച് പൊതിച്ചിട്ട് ചാപ്പാട് കഴിക്കുക. അതൊന്നും കിട്ടാത്തതുകൊണ്ട് ദാലും അങ്ങനെയുള്ള ചെറിയ സംഭവങ്ങളായിട്ട് കൂട്ടി ചാപ്പാട് കഴിച്ച് വീണ്ടും ഒരു മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ഗെയിം കഴിഞ്ഞ് പോവുക, ഓടുക, ചാടുക, ഗെയിം കളിക്കുക. അതിനുശേഷം വന്ന് കുളിച്ച് റെഡിയായി. കുളിക്കാൻ പറ്റില്ല, ജസ്റ്റ് പറഞ്ഞതാണ്, മാസത്തിൽ ഒരു പ്രാവശ്യം കുളിക്കോളൂ, കാരണം തണുപ്പല്ലേ. അപ്പം കഴുകി റെഡിയായി ഡ്യൂട്ടിയുള്ളവർ ഡ്യൂട്ടിക്ക് പോവുക, അല്ലാത്തവർ റെസ്റ്റ് എടുക്കുക. നമ്മുടെ ചില്ലി പുറത്ത് റെഡിയാക്കാനുള്ള ഒരു പ്രിപ്പറേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലാണ്. നെക്സ്റ്റ് നമ്മൾ ചില്ലി പുറത്തിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. കുറച്ച് ചിക്കനൊക്കെ ഫുള്ളായിട്ട് അങ്ങോട്ട് വറുത്തെടുക്കുകയും ചെയ്യണം. ഇങ്ങനെ പീസാക്കിയിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല അവിടെ ഇല്ല. കാരണം നമ്മളൊരു 15 പേരെങ്കിലും മിനിമം ഉണ്ടാവും കഴിക്കാനായിട്ട്. അപ്പോൾ ചിക്കൻ വാങ്ങിച്ച് അങ്ങനെ വറുത്തെടുക്കും. അവർക്കാണ് ഇഷ്ടം. അപ്പോൾ അവിടെ കറക്റ്റ് ടൈമിൽ നിങ്ങൾ കഴിക്കുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ്? ടൈമിംഗ് ഒന്നുമില്ല. ഡ്യൂട്ടി ഇല്ലെങ്കിൽ ഡ്യൂട്ടിയില്ലാത്ത സമയത്ത് കഴിക്കും. ഡ്യൂട്ടി ഉണ്ടെങ്കിൽ എല്ലാവരും സ്വിറ്റ് ആണെങ്കിൽ വേറെ ടൈമിംഗ് ആയിരിക്കും. അങ്ങനെയാണ്. ഇനി ഇതെന്താ സംഭവം? ഇതാണ് ചില്ലി പോർക്കാണിത്. പക്ഷേ ഇത് റെഡിയായി വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. റെഡിയായി പതുക്കെ വന്നാൽ മതി. കാരണം ഇത് 50% വെന്തിട്ടുള്ളൂ. ഇനി ഒരു 90% വെന്ത് കഴിയുമ്പോൾ ഈ ചില്ലിയിലേക്കുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. മനസ്സിലായോ? ഇത് ഡയറക്റ്റ് ചില്ലി അല്ല, ഇത് ഇൻഡയറക്റ്റ് ചില്ലിയാണ്. ഇവിടം വരെ ഇതെവിടം വരെ ഇത് കാശ്മീരി ചിക്കൻ ഗ്രേവി സ്പെഷ്യലാണിത്. നല്ല കരളും എല്ലാ പീസസും ഇത് കുട്ടികളൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് കുറച്ച് എരിവ് കുറച്ച് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതെ. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചില്ലി പോർക്ക് സ്പെഷ്യൽ കൂട്ടാണിത്. അത് കാണിച്ചിട്ടില്ല. എന്തോ സ്പെഷ്യൽ കൂട്ടാണ്, ഇന്ത്യൻ ആർമിയുടെ സ്പെഷ്യൽ കൂട്ടാണെന്നാണ് തോന്നുന്നത്. മണമുണ്ടോ? എന്തായി ഇവിടെ ഒന്നും ആയിട്ടില്ല. എന്താണ് ഗരം മസാല? ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ രണ്ടിടത്ത് ഇടുന്നുണ്ട്. ഇപ്പോഴൊക്കെ കിട്ടില്ല. അത് സാരം എന്തായാലും ഇട്ടല്ല. ഇപ്പൊ ഫോമായി വന്നിട്ടുള്ള വേറെ കളറും നല്ല ഒരുമിച്ചല്ലേ വെച്ചത്. തക്കാളിയുടെ ആവശ്യങ്ങളുണ്ട്. സ്ലോ ആയിട്ട് തക്കാളി തക്കാളി കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ. ഓക്കെ. കഴിക്കുമ്പോൾ എല്ലാം പാകവും. ഇത്
കുക്കിങ്ങിന്റെ ഇടയിൽ തന്നെ അഭി ക്ലീൻ ചെയ്യണാണ്. ഇതാണ് അതെ, എന്താ പ്രൊഫഷണൽ. നമ്മളെ അടുക്കളയൊന്നും മെനകേടാക്കൂല, നമ്മൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് അടുക്കളയൊക്കെ നല്ല വെടിപ്പായിട്ട് അപ്പൊ തന്നെ ക്ലീൻ ചെയ്ത് നല്ല ക്ലിയർ ചെയ്ത് വെക്കും. എവിടെ നോക്കട്ടെ. നാളത്തെ പ്ലാൻ എന്ന് പറഞ്ഞു. രാവിലെ 6 മണിക്ക് എഴുന്നേക്കുക. 6:30 നമ്മുടെ പഴയ പുഴയിൽ പോകും. അപ്പൊ നിന്റെ സ്വിമ്മിങ് ഡ്രസ്സൊക്കെ എടുത്ത് പുഴയിലേക്ക് വെച്ചോ. എന്നിട്ട് വന്നു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പ്ലാൻ. അപ്പൊ രാവിലെ കാണാം. എത്ര ദൂരം പോകണം കാണിച്ചു തരാം. കണ്ടോ? ആ കാർ എടുക്കണ വരെ പോയി. നമ്മൾ രാവിലെ കുളിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഗുണാക്കിയവാ. ഈ സ്ഥലത്തിന്റെ പേരെന്താ? ബോട്ടിംഗ് പൊടി. ഇത് മലമ്പുഴ ഡാമിന്റെ തൊട്ടടുത്താണിത്. ആഹാ, അതെ. അടിപൊളി. പാമ്പുണ്ടാവാതെ പല്ലേപ്പും കുളിയും തുടങ്ങാൻ പോണേണ്. വരുന്ന്. ഓ നരൻ. അടിപൊളി. ഡീപ്പ് ഉണ്ട്. ഇത്ര പേര് പോകുള്ളൂ, അതാ നല്ല ഐഡിയ. ഇപ്പൊ കുറഞ്ഞു. ആ ഭാഗത്ത് പാമ്പുള്ളതാണ്. എവിടെ? അവിടെയാണോ പാമ്പ്? അന്ന് നീർക്കോലിനെ കണ്ട എവിടെയാണ്? മീൻകുത്തൻ മീൻകുത്തൻ.
നമ്മള് കുളിയൊക്കെ കഴിഞ്ഞതേ തിരിച്ച് വീട്ടിലോട്ട് പോണേണ്. അപ്പോഴാണ് ഗൈസ് ഫാന്റസി പാർക്ക്. ഇത് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ വാട്ടർ തീം പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, ഫാന്റസി പാർക്ക്. പുതിയൊരു പെയിന്റിങ്ങിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അവര്. നമ്മളിന്ന് ഒരു മാരുതി സ്വിഫ്റ്റ് ഏറ്റവും പുതിയ മോഡൽ 2024 മോഡല് ഷാനിൻ്റെ വണ്ടിയാണ്. നമ്മൾ ചെറിയൊരു റിവ്യൂ, എൻ്റെ വ്യൂ ഓഫ് പോയിന്റിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് LXi മോഡലാണ്. നല്ല അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും ബാക്കിയിരിക്കും. ഇത് LXi മോഡലാണെങ്കിലും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ലോഡഡ് ആണ് വണ്ടി. 6 എയർ ബാഗ് ഓൾറെഡി ഉണ്ട് ഇൻബിൽഡ് ആയിട്ട്. കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന 6 എയർ ബാഗ്, ABS, EBD എല്ലാം ബേസ് മോഡൽ വണ്ടി മുതൽ മാരുതി സ്വിഫ്റ്റ് 2024 ഏറ്റവും ന്യൂ മോഡൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാരുതി. അത് AC ആണെങ്കിലും ഓട്ടോ ക്ലൈമറ്റ് AC കാര്യങ്ങളുണ്ട്. ഇതാ ഇവിടെ ഒരു നല്ലൊരു മ്യൂസിക് സിസ്റ്റം ഉണ്ട്. റിവേഴ്സ് ക്യാമറ ഉണ്ടോ? ആ കണ്ട, റിവേഴ്സ് ക്യാമറ ഉൾപ്പെടെ ഓൾറെഡി ഇൻബിൽഡ് ആണ് സാധനം. ആൻഡ്രോയിഡ് ഓട്ടോ കണ്ട, ആൻഡ്രോയിഡ് ആണ്. ആൻഡ്രോയിഡ് പേര് ചോദിക്കുന്നുണ്ട്. സെറ്റ് കാണിച്ചു കൊടുത്തേ. കുറെ സെറ്റുകളുണ്ട് ഇതിൽ. വേണമെങ്കിൽ നമുക്ക് ഈ സെറ്റ്സിന്റെ ലൈറ്റ് കാണിച്ചു തരാം. ഇതേപോലെ ചേഞ്ച് ചെയ്യാം. പിന്നെ വൈഫൈ കണക്ട് ചെയ്യാം, ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ പല ചെയ്യില്ല. ഓൾഡ് അല്ല ഫ്യൂച്ചേഴ്സ് എല്ലാം കാണും. പിന്നെ നമുക്ക് വേണമെങ്കിൽ വാൾപേപ്പർ സെറ്റ് ചെയ്യാം. ഇങ്ങനെ വിളിക്കുക, ഫോണിൽ വിളിക്കുക, മെസ്സേജ് അയക്കുക, യൂട്യൂബ് കാണാം, അങ്ങനെ പലതും ഉണ്ട്. ഫുള്ളി ആൻഡ്രോയിഡ് സിസ്റ്റം, അടിപൊളി. പിന്നെ ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്ത് നോക്കിയായിരുന്നു. അത്യാവശ്യം നല്ല കംഫോർട്ട് ഉണ്ട്. ഇതിൻ്റെ സസ്പെൻഷൻ ആണെങ്കിലും കൊള്ളാം, നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട് വണ്ടി. എല്ലാം കൊള്ളാം. വണ്ടി ഫുള്ളി ലോഡഡാണ്. പഴയ മാരുതിയുടെ ചീത്തപ്പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ്. ഇത് വണ്ടി അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. ഡോറൊക്കെ അടക്കുമ്പോൾ തന്നെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ അത്യാവശ്യം സ്ട്രോങ് ആണെന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇവിടെ കുറേ നമ്മൾ ഇനി കാർ എടുക്കാൻ പോകണം. ഈ കാറ് എന്നിട്ട് ഈ അങ്ങനത്തെ ഒരു കാർ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടുണ്ടാവും തീർച്ചയായും. ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ കാർ ഉള്ളിൽ കയറ്റുന്നു, എന്നിട്ട് ഈ കാറ് വെളിയിലിടുന്നു. ഓക്കെ, സ്വിഫ്റ്റും കിഡും ചേർത്ത്. കിഡ് ഉള്ളി വരുന്നു, സ്വിഫ്റ്റ് വെളി വരുന്നു. അപ്പോൾ വാലെന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെടുക്കട്ടെ. ഇപ്പം നിങ്ങൾ തീർച്ചയായും ഈ ഒരു കാർ കണ്ടിട്ടുണ്ടാവും എനിക്ക് തോന്നി. കാരണം കാട്ടിയിട്ടുണ്ട്. ഞാൻ പുതിയ വ്ളോഗറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് പോകും, ഞാൻ ഉണ്ടാവില്ല. അടുത്ത വീട്ടിൽ ഞാൻ കാണും. അപ്പോൾ ബാക്കോട്ടേക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെറ്റ് ഗൈസ്. എങ്ങോട്ടാണ് തിരിക്കണത് അറിഞ്ഞുകൂടാ, ഞാൻ ഇവിടെ നിൽക്കട്ടെ. ഇതാണ് ഫ്രണ്ട് മോഡല്. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി ഈ കാർ എടുക്കാൻ പോകുന്നത്. ഞാൻ ചെറിയൊരു കട്ടുണ്ടാക്കണം. ഗൈസ് ഈ കാറിന് കീ അകത്തായി, കാരണം ഇത്തിരി പാടുണ്ടാവും. അപ്പോഴേക്ക് ഞാൻ കുറച്ചും കൂടി കാണിച്ചു തരാം. ഈ കാർ കണ്ടിട്ടില്ലെങ്കിൽ ഇത് കിഡിൻ്റെ മെയിൻ ഫ്രണ്ട്
കണ്ടോ ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം കളർ കൊള്ളാം. ഉള്ളിലത്തെ ഫ്യൂച്ചർ ഇപ്പം കാണുള്ളൂ, ഇപ്പം ഒന്നും കാണില്ല. സീൻ കറ. അപ്പോൾ ഓണാക്കൂ. അപ്പോൾ ഇതിനുള്ളിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങളെല്ലാം. ഈ വണ്ടിയുടെ റിവ്യൂ നമ്മൾ വേറെ അടുത്ത എപ്പിസോഡിലാക്കുന്നതാണ്. ഞാൻ ഇപ്പം തന്നെ റിവ്യൂ എടുക്കുന്നുണ്ട്. താങ്ക് യു. പുതിയ സ്വിഫ്റ്റ് വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം? അടിപൊളിയാണ്. അമ്പലം ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം നീ നോക്കി, നല്ല രസം വീഡിയോ നോക്കി ക്യാമറയിൽ. പോയിട്ട് തിരിച്ചുകൊണ്ടല്ലേ